നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക്ക് ഫൈബർ ഒപ്റ്റിക്സ് ആണ്. അപ്പോൾ ഫൈബർ ഒപ്റ്റിക്സ് പഠിക്കുമ്പം നമ്മൾ ആദ്യം പഠിക്കുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിക്കൽ പാരാമീറ്റർ ആണ്. ഒരു മീഡിയത്തിൻ്റെ ഒപ്റ്റിക്കൽ പാരാമീറ്റർ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. എന്തിൻ്റെ റേഷ്യോ ആണ്? വാക്വത്തിൽ അല്ലെങ്കിൽ എയറിലുള്ള ലൈറ്റിൻ്റെ സ്പീഡ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഇൻ ദ മീഡിയം ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഓർ വാക്വം ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. അതായത് ലൈറ്റിന് എയറിൽ എന്തുമാത്രം സ്പീഡുണ്ട് ഡിവൈഡഡ് ബൈ ആ മീഡിയത്തിൽ എന്തുമാത്രം സ്പീഡുണ്ട്. ഈ റേഷ്യോയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് n ഇസ് ഈക്വൽ ടു c/v. c എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ആണ്, അല്ലെങ്കിൽ ഫ്രീ സ്പേസ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് v എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം, അതിനെയാണ് v എന്ന് പറയുന്നത്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് n വെച്ചിട്ടാണ്. ഇനി ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഒരു മീഡിയത്തിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുമ്പം ഈ ലൈറ്റ് എന്തുമാത്രം ബെൻഡ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുമ്പം ലൈറ്റ് എന്തുമാത്രം ബെൻഡ് ചെയ്യും അത് ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? അത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അല്ലെങ്കിൽ ലൈറ്റ് എന്തുമാത്രം റിഫ്രാക്റ്റ് ചെയ്യും എന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സോ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. വാട്ടറിൻ്റെ എത്രയാണ്? വാട്ടറിൻ്റെ 1.33 ആണ്. വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.33 ആണ്. ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 1.50 ആണ്. സോ വാട്ട് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? Refractive index is the ratio of speed of light in air or vacuum to speed of light in the medium. എയർ അല്ലെങ്കിൽ വാക്വത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡ് ഡിവൈഡഡ് ബൈ ആ മീഡിയത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡ്, അതിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ലൈറ്റ് റേ ഒരു മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എന്തുമാത്രം ബെൻഡ് ചെയ്യണം അല്ലെങ്കിൽ എന്തുമാത്രം റിഫ്രാക്റ്റ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? അത് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. നമുക്കിനി നോക്കാനുള്ളത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ നമുക്കത് നോക്കാനായിട്ട് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുകയാണ് ലൈറ്റ് ഒരു ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിൽ നിന്ന് ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുവാണ്. അതായത് ഗ്ലാസ് പോലെ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിൽ നിന്ന് നമുക്കതിനെ മീഡിയം 1 എന്ന് വിളിക്കാം. അവിടുന്ന് ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള, ഇപ്പോൾ എയർ പോലെ ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുവാണ്. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പം എന്തൊക്കെ സംഭവിക്കും? ആ ലൈറ്റിൻ്റെ ഒരു പാർട്ട് തിരിച്ച് മീഡിയം 1ലേക്ക് തന്നെ റിഫ്ലക്റ്റ് ആവും. ലൈറ്റിൻ്റെ ഒരു പാർട്ട് മീഡിയം 1ലേക്ക് റിഫ്ലക്റ്റ് ആവും, ഒരു പാർട്ട് മീഡിയം 2ലേക്ക് റിഫ്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുവാണ് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുവാണ്. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പം ലൈറ്റിൻ്റെ ഒരു പാർട്ട് മീഡിയം 1ലേക്ക് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുകയും ലൈറ്റിൻ്റെ ബാക്കി എന്ത് ചെയ്യും? മീഡിയം 2ലേക്ക് റിഫ്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പം നമുക്ക് അറിയാം സ്നെൽസ് ലോ അനുസരിച്ച് എന്ത് സംഭവിക്കും? സ്നെൽസ് ലോ അനുസരിച്ച് n1 sin φ1 ഇസ് ഈക്വൽ ടു n2 sin φ2 എന്ന് എഴുതാം. ഇവിടെ n1 എന്ന് പറയുന്നത് മീഡിയം 1ൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും φ1 എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. n2 എന്ന് പറയുന്നത് മീഡിയം 2ൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും φ2 എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനുമാണ്. അപ്പോൾ എന്നാ വരും? n1 sin φ1 ഇസ് ഈക്വൽ ടു n2 sin φ2 എന്ന് സ്നെൽസ് ലോ അനുസരിച്ച് എഴുതാൻ പറ്റും. ഇതിനകത്തുനിന്ന് sin φ1 എന്താന്ന് പറയാൻ പറ്റും? sin φ1 ഇസ് ഈക്വൽ ടു n2/n1 sin φ2 എന്ന് എഴുതാം. n2/n1 sin φ2 എന്ന്. അപ്പം നമ്മളിവിടെ ഈ ഫിഗർ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് φ1 കൂട്ടിയാൽ, ആ ഫിഗറും ഈക്വേഷനും കാണുമ്പോൾ നമുക്കറിയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് φ1 കൂട്ടിയാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ φ2 കൂടും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് φ1 കൂട്ടിയാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ φ2 കൂടും. അങ്ങനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് φ1 കൂട്ടി φ1ൻ്റെ ഒരു മാക്സിമം വാല്യൂ, അതായത് ക്രിട്ടിക്കൽ ആംഗിൾ എത്തുകയാണ്. അപ്പം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി φc എന്ന് പറയുന്ന ക്രിട്ടിക്കൽ ആംഗിൾ എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? അവിടെ എത്തുമ്പോഴേക്കും ഈ പറഞ്ഞ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമമായ 90 ഡിഗ്രിയിലോട്ട് എത്തും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അതിൻ്റെ മാക്സിമമായ 90 ഡിഗ്രിയിലെത്തും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി എത്തുക എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ?
ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി എത്തുക എന്ന് വെച്ചാൽ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് ഈ രണ്ട് മീഡിയത്തിനിടയ്ക്കുള്ള ഇൻ്റർഫേസിൽ കൂടെ അങ്ങ് പോവുക ചെയ്യുന്നത്. അതായത് റിഫ്രാക്റ്റ് ചെയ്ത മീഡിയം 2ലേക്ക് പോകുന്നില്ല. അപ്പം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി ക്രിട്ടിക്കൽ ആംഗിൾ 5C വരെ എത്തിക്കഴിഞ്ഞാൽ എന്നാ പറ്റും? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുക എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ അറിയാം എന്താ സംഭവിക്കുന്നത്. പിന്നെ ഫർദർ റിഫ്രാക്ഷൻ നടക്കുന്നില്ല. പകരം എന്നാ പറ്റും? ഈ റിഫ്രാക്റ്റ് ചെയ്യേണ്ട റേ രണ്ട് മീഡിയത്തിനിടയിലുള്ള ഇൻ്റർഫേസിൽ കൂടെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? അവിടെ റിഫ്രാക്ഷൻ നടക്കുന്നില്ല. അപ്പം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 5.1 എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ 5Cയേക്കാളിലും കൂട്ടിയാൽ ഇൻസിഡൻറ്റ് ലൈറ്റ് റിഫ്രാക്റ്റ് ചെയ്യില്ല, രണ്ടാമത്തെ മീഡിയത്തിലോട്ട് റിഫ്രാക്റ്റ് ചെയ്യത്തില്ല. എന്ത് പറ്റും? കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് മീഡിയം 1ലേക്ക് തന്നെ വരും. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ നമ്മൾ ലൈറ്റ് ചെന്ന് ഹിറ്റ് ചെയ്യുന്ന ആംഗിൾ 5.1 എന്ന് പറയുന്നത് 5C ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ ഫർദർ റിഫ്രാക്ഷൻ നടക്കത്തില്ല. എന്നാ നടക്കും? ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് മീഡിയം 1ലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഇൻ്റർഫേസിൽ ചെന്ന് തട്ടുന്നുണ്ട്. പക്ഷെ തട്ടിക്കഴിയുമ്പം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായതുകൊണ്ട് റിഫ്രാക്ഷൻ നടക്കാതെ കംപ്ലീറ്റ് ലൈറ്റും ഫസ്റ്റ് മീഡിയത്തിലോട്ട് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം 5C എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ക്രിട്ടിക്കൽ ആംഗിളാണ്. ആ ആംഗിളിന് മുകളിൽ എന്ത് നടക്കും? റിഫ്രാക്ഷൻ നടക്കത്തില്ല, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും. സോ നമ്മൾ മുമ്പേ പറഞ്ഞ ഇക്വേഷനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 5.1 = ക്രിട്ടിക്കൽ ആംഗിൾ ആകുമ്പോഴാണ് റിഫ്രാക്ഷൻ പിന്നെ നടക്കാതാവുന്നത്. ആ റിഫ്രാക്ഷൻ നടക്കാതാവുന്ന സമയത്ത് അല്ലെ 5.1 = 5C ആകുമ്പം 5.2ൻ്റെ വാല്യൂ എത്രയാണ്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആണ്. സോ എനിക്ക് എന്ത് എഴുതാം? നേരത്തെ ഇക്വേഷനെ മാറ്റിയിട്ട് എനിക്ക് sin 5C = N2/N1 എന്ന് എഴുതാം. sin 5C = N2/N1 എന്ന് എഴുതാം. സോ 5C ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ എക്സ്പ്രഷനാണ് sin 5C = N2/N1 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ് ശരിക്കും ഒപ്റ്റിക്കൽ ഫൈബറിനകത്തെ ലൈറ്റിൻ്റെ ട്രാൻസ്മിഷൻ്റെ ബേസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ അത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് സ്ട്രക്ചർ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക്